അതെന്താണ് തത്തം കണ്ടിട്ട് ആരാണെന്ന് തോന്നണു. ആദ്യം നമുക്ക് കാര്യം ചെയ്യാം. എടാ നിന്റെ ഹെൽമെറ്റും മാസ്ക് ഒക്കെ ഒന്ന് വരികണ്ടാ. നീ മിണ്ടണ്ട, നീ മിണ്ടല്ലേ. ഇതാരാ? മുഖം വാ തുറന്നേ. ഹലോ 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 മോനെ. ഹലോ ഹലോ കൊമ്പച്ച. ഇതാരാ ഇത്? എല്ലാവർക്കും സുഖമല്ലേ? സുഖം തന്നെ. പക്ഷെ ഇതിന്റെ അകത്ത് ആദ്യം വേറൊരു സൗണ്ട് ആണോ ഞാൻ കേട്ടെ? ഏത് സൗണ്ട്? ഇവന്റെ സൗണ്ട് മാറി ഒരു പെണ്ണിന്റെ സൗണ്ട് ആയോ? വെൽക്കം ബാക്ക് കിച്ചു ടു TGA. വെൽക്കം ബാക്ക് കിച്ചു, നിന്റെ മോന്ന് കണ്ടിട്ടുണ്ടല്ലോ SJ പോലെ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞൂടാ, എല്ലാരും ഒരേപോലെയൊക്കെ തന്നെ ഇവിടെ. കിച്ചിന് പറയാനുള്ള പറയട്ടെ. നിന്റെ ഇട്ട് അത് ഇത് വലിപ്പിക്കലൊന്നും കേൾക്കാൻ പറ്റില്ല. പറയാനുള്ളതെന്ന് വെച്ചാ പറയുമ്പം നമുക്ക് മനസ്സിലായില്ലേ അണ്ടി അത്രേ ഉള്ളു. അത് തന്നെ അത്രേ ഉള്ളെന്നോ? നിന്റെ അടുത്ത് ആരും എത്ര ഉള്ളെന്നോ? അതായത് വലുതാടാ നമ്മള് മനസ്സിലായില്ലേ? സ്നേഹം മാത്രം സ്നേഹം മാത്രം. ഇത്ര ആൾക്കാർക്ക് കേക്കണ്ടേ നീ തിരിച്ചു കയറുന്ന എന്തിനാന്ന്? പിന്നെ എല്ലാവർക്കും അത് പറഞ്ഞു വരുമ്പോ മനസ്സിലായില്ലേ? അത് പൊട്ടിക്കാൻ എല്ലാവർക്കും എന്നെ മതി, മനസ്സിലായ? അല്ല അല്ലല്ല, എല്ലാവർക്കും മനസ്സിലായ? എനിക്ക് ഇവിടെ തന്നെയാണ് ആ ഒരു മാച്ചിനെസ് ഉള്ളത്, മനസ്സിലായി? ഞങ്ങൾ ആരും അറിയാത്ത നിന്റെ ലൈഫ് പാർട്ണർ ആരായിരുന്നു അറിയാത്ത? പറ. ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. നമ്മള് എല്ലാരുമായിട്ട് ഭയങ്കര കോണ്ടാക്ഷൻ മറ്റേതും അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു കേൾവിയുണ്ട്, കൊമ്പാച്ചനായിരുന്നു. കൊമ്പാച്ചൻ, ഡൊമിനിക്രോ, അങ്ങനെ കുറച്ചുപേരൊക്കെ. പിന്നെ ഇവിടെ ഇരിക്കും. അല്ലടാ ഞാൻ ചോദിക്കട്ടാ, നിന്റെ മറ്റേ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, പുള്ളി വരെ മുതുക്കി കൂടെ തെന്നി തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പല ദിവസങ്ങളിൽ കാണാറുണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. കിച്ചു വിടറാന്ന് ആരോട് പറയാ? അയ്യോ, ഞാൻ മുതുകിലൊന്നും പോയില്ല. അപ്പം കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പം ബേസിക്കലി നമ്മുടെ ഗാംഗിൽ നിന്ന് പോയ ഒരാൾക്ക് തിരിച്ചു കയറാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവാറില്ല. അപ്പം സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഇതുവരെ അങ്ങനെ ചാൻസ് കൊടുക്കണ്ട, ലൈക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരാളെ തിരിച്ച് കയറ്റണ്ട എന്നൊരു രീതിയിലായിരുന്നു നമ്മുടെ ഡിസിഷൻ. പക്ഷെ കിച്ചുവിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു തെറ്റ് പറ്റി. പറ. ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാം. കിച്ചുവിന്റെ കാര്യത്തിൽ അവനൊരു തെറ്റ് പറ്റിപ്പോയി. ലൈക്ക് പിന്നെ അവനും നമ്മുടെ പയ്യനാണ്. അത് മാത്രല്ല, അവരുടെ ഒരു പ്രായത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് അവന് പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് കുറച്ച് അവന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി. അവൻ ഇറങ്ങിപ്പോയത് അവന് തന്നെ ഒരു എന്താണ് പറയാ, ഒരു വിഷമം എന്നല്ല പറയണ്ട, അവന് തിരിച്ചറിഞ്ഞു, മനസ്സിലായി ഇവിടെ എങ്ങനെയായിരുന്നു കംഫർട്ടബിൾ അവൻ അവിടെ ചെന്നപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന് പോയി കളിച്ചു. പക്ഷെ നമ്മളെ കൂടെ കളിക്കുന്നതിന്റെ യാതൊരു നമ്മളെന്ന് വെച്ചാൽ എല്ലാരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് എല്ലാരും ഒരേപോലെ നടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രീഡം ആണ് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വൈബ് അവൻ അവിടെ MRZ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കിട്ടാത്തൊരു വിഷയം പിന്നെ അവിടെ ഇരുന്ന് കളിച്ച് ബോറാവുന്നതിനും കാട്ടി നല്ലത്
ഇങ്ങോട്ട് വരുന്നതാണെന്ന് തോന്നി. അപ്പൊ അവൻ ചോദിച്ചു, 1-2 തവണ ചോദിച്ചു. അപ്പൊ ഞാൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പൊ നമ്മളെ ഗാങ് മെമ്പേഴ്സിന്റെ അടുത്തെല്ലാം ചോദിച്ച്, ഇവൻ എല്ലാ പ്ലേയേഴ്സിന്റെ അടുത്തും ഗാങ്ങിൽ ഇപ്പൊ കളിക്കുന്നതും കളിക്കാത്തതുമായ ഗാങ്ങിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ പ്ലേയേഴ്സിന്റെ അടുത്തും ചോദിച്ച് എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നിയോണ്ട് മാത്രമായിട്ടാണ് നമ്മള് കിച്ചുവിനെ അത് മാത്രല്ല, അവനിപ്പോ MRC പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവനാണെങ്കിൽ ഇവിടെ എടാ പോടാ അതെ പോടാ. അവനിപ്പോ MRC പോയിട്ടുണ്ടായിരുന്നെങ്കിലും ലൈക്ക് അവൻ ഇവിടെയുള്ള എന്നെ ആയിട്ടാണെങ്കിലും ഇപ്പൊ എല്ലാവരായിട്ടാണെങ്കിലും അന്ന് പണ്ട് എങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ അവൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനി. എന്നുവെച്ചാൽ നമുക്കെതിരെ ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ ഹേറ്റ് ഇത്രയും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സിറ്റുവേഷൻസ് കാരണം ഉണ്ടായിട്ടാണെങ്കിൽ ഒരു മോശമായിട്ടുള്ള സംഭവം അവന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒന്നും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല, മനസ്സിലായ? അപ്പൊ അതെല്ലാം കൂടെ ബേസിലാണ് നമ്മൾ പിന്നെ അവനൊരു ചാൻസ് കൂടെ അവൻ തന്നെ പറഞ്ഞു അവനൊരു തെറ്റ് പറ്റിപ്പോയി, അപ്പൊ ഒരു ചാൻസ് കൂടെ തരണം, ഇനി എന്തായാലും ഈ ഒരു തെറ്റ് ആവർത്തിക്കില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാന്ന് വെച്ചു. സോ അതുകൊണ്ട് നമ്മൾ കിച്ചുവിനെ തിരിച്ചെടുത്തു. ഞാനും കൂടെ പയ്യെ കേറട്ടാ, എന്നും കൂടെ എടുക്കോ? കേറിക്കോളാ. അയ്യോ അതല്ലേ നല്ലത്. പറയില്ലേ നീ ഇങ്ങനെ നീ ചെയ്തതിന് പിന്നെ നിന്നെ ഉടനെ കേട്ട നീ ആരി എന്റെ പൊന്നമ്മന. എന്റെ പൊന്നോമനയാ? ഏത് പൊന്നോമന? ഞാനും കൂടെ വന്നോട്ടോ. അയ്യോ വാർത്തയായിട്ട് നോക്കോ. ഹലോ കൊമ്പാച്ചൻ. ഹലോ ഹലോ. അതെ, അടുത്ത റിക്രൂട്ട്മെന്റ് അണ്ടി അവനെ മതി മൈര കഴിഞ്ഞല്ലേ? അല്ല ഒരാളുടെ ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു. ഒരു പയ്യന്റെ അഭിനയം കിട്ടി ഞാൻ തന്നെ തിരിച്ചു പോയത്. കൊമ്പാച്ചന്റെ എന്തൊരു അഭിനയമായിരുന്നു ആളാണ്. അല്ല വിഷമം കണ്ടായിരുന്നോടാ? അതല്ല. ഹലോ അതെന്തെങ്ങനെ പെട്ടെന്ന് എങ്ങനെ ഡാൻസ് എങ്ങനെ എന്താ നീയല്ല വേറെ നീയാണെന്ന് ചോദിച്ചല്ലേ? ശശി ജൂനിയർ നീ റേഡിയോ വിളിച്ച എങ്ങനെയാ കേക്കണ മണ്ടാ? പോയി വിളിച്ചു. പേര് മാറ്റണോളി നീ. അയ്യോ ഞാനും ഉണ്ട് ചായ. എന്റെ PS സ്റ്റാഫ് ആയിട്ട് സ്ലോട്ട് ഉണ്ട് കേട്ടാ. ഞാൻ ഇറങ്ങിപ്പോനാ ഫ്രാഡേ. ഞാനൊരു കാര്യം പറട്ടെ, എടാ മുടിയില് തുമ്പ് കണ്ടാ തന്നെ അറിയാം നീ ഏതാന്ന്. കേട്ടാ ആക്ടറിനെ കിട്ടിയ കുടിക്കാന്ന് പറഞ്ഞാൽ കയറി വരും. അത് നമ്മള് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എസ് നമ്മള് പറഞ്ഞത് ഇപ്പൊ എന്തായാലും കേറ്റാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഇതുപോലെ റിക്രൂട്ട്മെന്റ് തരാം എന്നെ ഒന്നുകൂടെ റിക്രൂട്ട്മെന്റ് എടുക്കും. ഞാൻ പോയി കമ്പാക്ക് അടിക്കട്ടെ. ഈ ശശിജൻ ഇപ്പൊ കേറ്റത്തില്ലെന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊന്നുമില്ല, ചുമ്മാ ഇപ്പം രണ്ടാളും അവരൊപ്പരാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടാൾക്കും ഒരു ഓപ്ഷൻ എന്നുള്ള രീതി നമ്മൾ കൊടുക്കുവാണ്. സോ അപ്പം ഇനി അങ്ങനെ ഒരു സാധനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് അവര് ഉറപ്പ് തന്നുകൊണ്ട് മാത്രമാണ് അവർ രണ്ടാമത് എടുത്തതും. ആൻഡ് അവരെന്നെ ഓൾമോസ്റ്റ് എസ് എ ഓൾമോസ്റ്റ് ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എസ്. അതുപോലെ തന്നെ കിച്ചു കുറച്ച് നേരത്തെ ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഇത്രയും ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അവർ ഇത്രയും കണ്ടിന്യൂസ്ലി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ചോദിച്ചുകൊണ്ട് അവർക്ക് ഓപ്ഷൻ കൊടുത്തതാണ്. സോ അപ്പോൾ ഇങ്ങനെ ഇനി ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കത്തില്ല എന്നുള്ളത് അവരൊരു ഉറപ്പ് തന്നുകൊണ്ടും കൊണ്ടാണ് നമ്മളൊരു ഓപ്ഷൻ കൊടുത്തത്. ഈ ഓപ്ഷൻ എല്ലാവർക്കും കൊടുക്കുന്നതല്ല, ഞാൻ പറഞ്ഞത് അത് ആ കൺസേൺ വെച്ചതല്ല കൊടുത്തത്. ഇല്ല, നമ്മളെ ഗാങ് കളിക്കുന്ന ഒരു പ്ലെയറിന് പോലും ബാഡായി കഴിഞ്ഞാൽ ആ പ്ലെയറിനെ കളിപ്പിക്കത്തില്ലായിരുന്നു. പക്ഷേ എല്ലാ പ്ലെയറിനും ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കയറ്റിയത്. സോ എനിക്ക് ഇനി നിങ്ങളുടെ ഒപ്പീനിയനും കൂടാണ് അറിയേണ്ടത്. കാരണം നമ്മളെടുക്കുന്ന ഡിസിഷൻസ് അങ്ങനെ റോങ് ആവാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോപ്പ്. സോ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റി നിങ്ങൾ പറയണം. കാരണം അങ്ങനെ നമ്മൾ എടുക്കാറുള്ളതല്ല.
ഭാര്യക്കിന്റെ നിങ്ങൾ റെസ്പോണ്ട് കൂടെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയാനായിരുന്നു. കാരണം ഇത് എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം എടുക്കേണ്ടതല്ല, നിങ്ങളുടെ അടുത്തോടെ ചോദിക്കണം. കാരണം ഇറങ്ങിപ്പോയ ആൾക്കാരെ തിരിച്ചു കയറ്റുമ്പോൾ അതിന്റെ ചോദിച്ചാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.